അതേപോലെ തന്നെ വർക്ക് വിസകൾ റിന്യൂ ചെയ്യാനൊക്കെ സാലറി ത്രെഷോൾഡ് ഉത്തരവ് ഉയർത്തിയത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. പല ആൾക്കാരും വിസ ഉണ്ടെങ്കിൽ കൂടി റിന്യൂ ചെയ്യുന്ന സമയത്ത് സാലറി ത്രെഷോൾഡ് മീറ്റ് ചെയ്യാൻ പറ്റാതെ വിഷമിച്ച് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോകുന്ന ആൾക്കാരും ഉണ്ട്. ഇതിനിടയിൽ പറ്റിക്കപ്പെടുന്ന ആൾക്കാരും കുറേ ഉണ്ട്. വിസ തരാം എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെട്ട് വിസ തട്ടിപ്പുകാരിൽ ക്യാഷ് മുടക്കി മനം നൊന്ത് വിസ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനത്തെ ഒരുപാട് കേസുകൾ ഇതിനിടയിൽ കൂടെ പല റിപ്പോർട്ട് ചെയ്ത് കാണുന്നുണ്ട്. എത്ര വാർത്തകൾ കണ്ടാലും മലയാളികൾ പഠിക്കില്ല എന്ന് പറഞ്ഞ പോലെ UK വിസ ഫ്രീ ആണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വിസയ്ക്ക് ഇത്ര എമൗണ്ട് വേണം എന്ന് പറഞ്ഞ് പല ഏജന്റുമാർ ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കൂടെ വേറെ കുറച്ച് അപ്ഡേറ്റുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ്, UK എങ്ങനെയെങ്കിലൊക്കെ വന്ന് നിലനിന്ന് പോകുന്ന പല മലയാളി യുവാക്കളും പല സ്പാമുകളിലും അകപ്പെട്ട് ഇപ്പോൾ ജയിലിലാകുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പുതിയൊരു UK ഗവൺമെൻറ്റിൽ ഇവിടെ നിയമങ്ങൾ അറിയാതെ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, എത്ര പറയാനും മനസ്സിലാകാത്ത ചില യുവത്വം ചെയ്യുന്നത് 16 വയസ്സിന് 13 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്ത് മോശം ചാറ്റ് ചെയ്ത് അവസാനം അതിന് സ്ക്രീൻഷോട്ട് അടക്കം പിടിയിലാകപ്പെടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്, എതിർ സൈഡ് നിൽക്കുന്ന ഒരിക്കലും ഒരു പെൺകുട്ടി ആയിരിക്കില്ല.